അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേടുവന്ന മൈക്രോഫോൺ എങ്ങനെയാണ് അതിൻ്റെ കാട്രിഡ്ജ് മാറ്റുക എന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഒരു കേടുവന്ന മൈക്രോഫോൺ, ഒരു വയർ സ്ട്രിപ്പർ, അതേപോലെ തന്നെ മാർക്കറ്റിൽ ഏകദേശം ഒരു 130 രൂപയോളം മാത്രമാണ് ഈ കാട്രിഡ്ജിന് ഞാൻ വില കൊടുത്തത്. പിന്നെ ഒരു സോൾഡറിങ്ങിൻ്റെ ലെഡും പേസ്റ്റും, പിന്നെ സോൾഡറിങ് ചെയ്യാനൊരു സോൾഡറിങ് അയണും. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ജസ്റ്റ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് എൻ്റെ ആ കേടുവന്ന മൈക്ക്. ഇത് ഞാൻ പുതിയതായി വാങ്ങിച്ചൊരു കാട്രിഡ്ജാണ്. അത് ഒരു എന്തോ വെൽടെക് എന്നൊരു കമ്പനിയുടെ എന്തോ ബ്രാൻഡാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മൈക്രോഫോണിൻ്റെ ആ പുറത്തത്തെ ഗ്രില്ല് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഉള്ളിലാണല്ലോ നമ്മുടെ ഡയഫ്രം. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ആ കാട്രിഡ്ജ് പുറത്തെടുക്കണം, എന്നിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ഈ കാട്രിഡ്ജിൽ സൈഡിലാണ് അതിൻ്റെ പ്ലസ്സും മൈനസും, നെഗറ്റീവും പോസിറ്റീവും, അല്ലെങ്കിൽ ഹോട്ടും കോൾഡും. അപ്പോൾ നമ്മൾ കാട്രിഡ്ജ് ഇളക്കിയെടുത്തു പുറത്തോട്ട്. ഇത് ഓരോ ടൈപ്പാണ് ത്രെഡ് ചെയ്തിട്ടുണ്ടാവുക. ചിലത് ത്രെഡായിരിക്കും, ചിലത് വെറുതെ അമർത്തി വെക്കണ ടൈപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ റിപ്പയർ ചെയ്യാനുള്ള മൈക്രോഫോണും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം കാട്രിഡ്ജ് വാങ്ങാൻ. അപ്പോൾ 2 ടെർമിനൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതായത് ഡീസോൾഡർ ചെയ്താൽ നിന്നാൽ അത് ഒരുപാട് പണി തരും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നമുക്ക് ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞ ശേഷം നമ്മുടെ കാട്രിഡ്ജ് കറക്റ്റ് ഫിറ്റാണോ എന്നും കൂടെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ആ വയറൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ആ കാട്രിഡ്ജ് ഒന്ന് മെല്ലെ അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. മെല്ലെ അതിലൊന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം, ഇതിപ്പോൾ കറക്റ്റ് ഫിക്സിംഗ് ആണ് എൻ്റെ കയ്യിൽ, കറക്റ്റ് സീറ്റിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഗ്രില്ല് തിരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ഗ്രില്ല് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മൈക്രോഫോണിൽ ഒരു തരത്തിലുള്ള അതായത് ഡിസ്റ്റർബൻസും അതിൻ്റെ ഇളക്കത്തു നിന്ന് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഗ്രില്ലിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് കൈവച്ച് കുലുക്കി നോക്കുക. അതെന്തിനാണ് കുലുക്കണമെന്ന് പറഞ്ഞാൽ, ഉള്ളിൽ കിടന്ന് ക്യാപ്സ്യൂൾ കുലുങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സംസാരിക്കുമ്പോഴും ആ ഒരു കുലുക്കം ചിലപ്പോൾ കൈ തട്ടിയാലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണത്. അതിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ, അതായത് അതിന് സൈഡിൽ സീറ്റിംഗ് ആവാണ്ട് മുട്ടിയിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കാട്രിഡ്ജ് വാങ്ങുമ്പോൾ നോക്കി ഫിക്സ് ആയിട്ടുള്ള കാട്രിഡ്ജ് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കാട്ടിയ പോലെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ കയ്യിൽ, കറക്റ്റ് ഫിക്സിംഗ് ആണ്. ഇനി നമുക്ക് ഇത് സോൾഡർ ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ സോൾഡർ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സൈഡിലാണ് പഴയ കാട്രിഡ്ജിൻ്റെ, പുതിയ കാട്രിഡ്ജിൻ്റെ അടിഭാഗത്തുമാണ് എൻ്റെ സോൾഡറിങ്ങിൻ്റെ ആ പോയിൻ്റ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, അതിൽ എങ്ങനെയാണ് ഇനി പ്ലസ്സും മൈനസും തിരിച്ചറിയുകയെന്ന് പറഞ്ഞാൽ, ഈ കാട്രിഡ്ജിൽ ഒരു ഡോട്ട് ഉണ്ട്, ഒരു ഇനാമൽ പെയിൻ്റ് എന്തോ വെച്ച് ഒരു ഡോട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡോട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം നല്ല ക്ലിയറായിട്ട്. അപ്പോൾ ഇത് മേലെന്ന് വരുന്ന 2 ലെഡിൻ്റെ ടിപ്പുകളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്, ഡയഫ്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അടിയിലോട്ടാണ് നമ്മൾ നമ്മുടെ ആ ചുവപ്പും വെള്ളയും വയറ് സോൾഡർ ചെയ്ത് കയറ്റേണ്ടത്. ഇതിൽ ഏതൊക്കെയാണ് ചുവപ്പ് വെള്ള എന്ന് പറഞ്ഞാൽ, ഇതിൽ ഇനാമൽ പെയിൻറ്റ് മാർക്കറോ എന്തോ വെച്ച് ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ ഡോട്ട്, ദേ കാണുന്ന ഡോട്ട്. ഈ ഡോട്ടിലോട്ടാണ് നമ്മൾ റെഡ് കളർ വയറ് സോൾഡർ ചെയ്യേണ്ടത്. ആ ഡോട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണു. ദേ ഈ ഡോട്ട്, ആ ഡോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ലെഡ് കോട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് നമുക്ക് റെഡ് വയർ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ സോൾഡറിങ്ങിലോട്ട് പോവാം. അതിന് ആദ്യം വയറ് നല്ല ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് നല്ല ഫുൾ ഉള്ളിലത്തെ കോപ്പർ വയറും കാണുന്ന രീതിയിലെടുത്ത് അതിലൊന്ന് ലെഡ് കോട്ട് ചെയ്യുക. അതായത് ജസ്റ്റ് ആ പേസ്റ്റ് ഒന്ന് അതിലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം സോൾഡറിങ് അയണിൽ കുറച്ച് ലെഡാക്കിയതിന് ശേഷം ആ ലെഡ് നമ്മുടെ വയറിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എളുപ്പം സോൾഡറിങ് ചെയ്യാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സോൾഡറിങ് ഒക്കെ ചെയ്തവർക്ക് അറിയും. അതെ, നമ്മൾ റെഡ് വയറിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞു ലെഡ്. ഇനി ആ വൈറ്റ് വയറിലും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് കാട്രിഡ്ജിലോട്ട് സോൾഡറിങ് ചെയ്യാം.
അപ്പോൾ ഞാൻ 2 വയറിലും കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാട്രിഡ്ജിലോട്ട് ഡയറക്റ്റ് സോൾഡറിങ് ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ ആ ഇനാമൽ ഉള്ള പോയിൻറ്റിലോട്ട് നമ്മൾ റെഡ് വയറും ഇനാമൽ ഇല്ലാത്ത പോയിൻറ്റിലോട്ട് നമ്മൾ വൈറ്റ് വയറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് റെഡ് വയർ സോൾഡർ ചെയ്യാം. റെഡ് വയർ നമ്മൾ കണ്ട പോലെ ഡോട്ട് കമ്പനി കാട്രിഡ്ജ് മാനുഫാക്ചർ ചെയ്ത കമ്പനി ഡോട്ട് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ റെഡ് കളർ സോൾഡർ ചെയ്യണം. അപ്പോൾ റെഡ് നമ്മുടെ സോൾഡർ ചെയ്തു. മറ്റേ പോയിൻറ്റിലോട്ട് നമ്മൾ വൈറ്റ് കളറും സോൾഡർ ചെയ്യണം. അപ്പോൾ വൈറ്റ് കളറും നമ്മൾ സോൾഡർ ചെയ്തു. അപ്പോൾ അടുത്തത് ഇനി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോൾഡറിങ് ഒക്കെ കറക്റ്റാണ്, നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സോൾഡറിങ് ഒക്കെ നമ്മൾ കറക്റ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സോൾഡറിങ് ചെയ്തത് മൈക്രോഫോണിൻ്റെ ബോഡിയിലോട്ട് നമ്മൾ കറക്റ്റ് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ആ ഇനാമൽ കോട്ട് ചെയ്ത ഭാഗത്താണ് നമ്മൾ റെഡ് കൊടുത്തത്. അതിൻ്റെ നടുക്ക് കാണുന്നത് ഗ്രൗണ്ടാണ്. അതിലൊരു കാരണവശാലും ആ വയറുകൾ ഏതും തട്ടരുത്. അങ്ങനെ നിങ്ങൾ സോൾഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ കാട്രിഡ്ജിലോട്ട് കറക്റ്റ് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. നല്ല ശ്രദ്ധയോടെ മെല്ലെ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒക്കെ നമ്മുടെ തൊട്ടാ പൊട്ടുന്ന സാധനങ്ങൾ പോലെയാണ്. അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റ് ഇതേ നിങ്ങൾ കാണാൻ സാധിക്കും. കറക്റ്റ് അലൈൻമെൻറ്റിൽ നമ്മളത് ഇറക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഗ്രില്ല്, പ്രൊട്ടക്ഷൻ ഗ്രില്ല് നമുക്ക് ത്രെഡ് ചെയ്ത് കയറ്റുക. നമ്മുടെ മൈക്ക് റെഡിയായി. അപ്പോൾ ഞാൻ ആദ്യം കാട്ടാൻ പറ്റിയില്ല, ക്ഷമിക്കണം. ആദ്യം ഈ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ മൈക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അൺബാലൻസ് കേബിളാണ് ഞാൻ എടുക്കുന്നത്. കാരണം അൺബാലൻസ് കേബിൾ നമ്മൾ 1ഉം 3ഉം പോയിൻ്റ് ലൂപ്പ് ചെയ്യുമല്ലോ, ബ്രിഡ്ജ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അൺബാലൻസ് കേബിളാണിത്. അപ്പോൾ ഒന്ന് ഞാൻ എൻ്റെ പവേർഡ് സ്പീക്കറിലോട്ടും കൊടുത്തു, ഒന്ന് ഞാൻ എൻ്റെ മൈക്രോഫോണിലോട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സ്വിച്ച് ഓണാക്കി ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഹലോ ചെക്ക്, ഹലോ ഹലോ ടെസ്റ്റ്, ഹലോ ഹലോ ചെക്ക് ചെക്ക് ചെക്ക്, ഹലോ ചെക്ക്, ഹലോ ഹലോ ടെസ്റ്റ്, ഹലോ ഹലോ ചെക്ക് ചെക്ക് ചെക്ക്, ഹലോ ഹലോ ചെക്ക്, ഹലോ ഹലോ ടെസ്റ്റ്, ഹലോ ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണുന്നവരെ ബൈ.